ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത് നോമ്പ് തുറന്നതിന് ശേഷമാണ്. അപ്പോൾ രാവിലെ തൊട്ടുള്ള വിശേഷങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് 2 കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ കേക്ക് ഉണ്ടാക്കി വീഡിയോ എടുത്തിട്ടുണ്ട്. അതുപോലെ നോമ്പ് തുറക്കാനായിട്ട് ഉണ്ടാക്കിയ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയൊക്കെ നമുക്ക് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. രാവിലത്തെ അത്യാവശ്യം ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ഡ്യൂട്ടി വൈകുന്നേരം കേക്ക് കൊടുക്കാനുണ്ട്. 2 കേക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ സ്പഞ്ച് ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അത് ഐസിങ് ചെയ്ത് വെക്കണം ആദ്യം തന്നെ. അങ്ങനെ ഐസിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡെക്കറേറ്റ് ചെയ്യണം. ഇപ്പോൾ എന്താണെങ്കിലും ഡെക്കറേറ്റ് ചെയ്യുന്നില്ല. ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുവാണ്. ഇനിയപ്പോൾ കേക്ക് ഐസിങ് ചെയ്ത കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ അത് കഴുകി വയ്ക്കണം. എന്നിട്ട് പാത്രങ്ങളൊക്കെ ഉണങ്ങിയതിന് ശേഷം വേണം അടുത്ത ബാർബി കേക്ക് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കാനായിട്ട് പാത്രങ്ങൾ കഴുകി തുടച്ച് വെയിലുണ്ടെങ്കിൽ ഞാൻ ഉണക്കി വയ്ക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് അടുത്ത കേക്കിന് ഓർഡർ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇനി ഇത് ഹാർട്ട് ഷേപ്പ് കേക്കിന് കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻ ഉണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. എന്നിട്ട് ഈ രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുവാണ്. അപ്പോൾ ഈ പണിയൊക്കെ നേരത്തെ ചെയ്തു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൊടുക്കുന്ന സമയമാകുമ്പോൾ ഒത്തിരി കിടന്ന് ധൃതി പിടിക്കേണ്ട ആവശ്യം വരില്ല. ഇനി അടുത്തത് ബാർബി കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോൾഡൊക്കെ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത് വീഡിയോയുടെയാണ് കേട്ടോ. അതുകൊണ്ടാണ് സ്പീഡ് കൂടുതൽ തോന്നുന്നത്. ഇനി ഇത് 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വയ്ക്കാം. എന്നിട്ട് ഒരു 40 മിനിറ്റ് 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ ബേക്ക് ചെയ്തെടുക്കാം. വീണ്ടും കുറേ പാത്രങ്ങൾ കഴുകാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി കഴുകി ഉണങ്ങാനായിട്ട് വയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോഴുള്ള മെയിൻ പണിയാണ് ഈ പാത്രം കഴുകി ഉണക്കിയെടുക്കൽ. അങ്ങനെ പാത്രമൊക്കെ കഴുകി ഉണക്കാനായിട്ട് വെച്ചപ്പോഴേക്കും ദഹിക്കാൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാം. ചിക്കൻ ഞാൻ ആദ്യം തന്നെ ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് അങ്ങ് കഴുകും. നല്ല വൃത്തിയാക്കി അതിനകത്തുള്ള ബ്ലഡൊക്കെ കളഞ്ഞതിന് ശേഷം ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്മിയ ശേഷം വീണ്ടും 2-3 പ്രാവശ്യം കഴുകും കേട്ടോ. എന്നാലാണ് എനിക്കൊരു തൃപ്തിയുള്ളൂ. ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും കറി വെച്ചിട്ട് വെച്ചേക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പകുതി വീതമാക്കും. എന്നിട്ട് പകുതിയാണ് എടുത്ത് കറി വയ്ക്കുന്നത്. പകുതി അടുത്ത ദിവസം കറി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരേ രീതിയിലുള്ള കറി കുറച്ച് അധിക ദിവസം കഴിക്കേണ്ട വരില്ല. അപ്പോൾ ഇന്നൊരു രീതിയിലുണ്ടാക്കി ഇനി അടുത്ത ദിവസം വേറെ രീതിയിലുണ്ടാക്കാൻ തോന്നുമ്പോൾ അങ്ങനെയും ചെയ്യാം. ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾ കുറേ ദിവസമായി ബിരിയാണിയുടെ കാര്യം പറയുന്നു. അപ്പോൾ അതിനായിട്ടുള്ള ചിക്കൻ കറിയാണ് ഞാൻ ഇന്ന് വയ്ക്കുന്നത്. അപ്പോൾ ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ കുറച്ച് കളർ ഞാൻ ചേർത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു കളറ്. പിന്നെ ഉപ്പ്, ഇതൊക്കെ ചേർത്ത്
ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഓവറായിട്ടങ്ങ് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചിക്കനൊക്കെ കഴുകി വറുക്കാൻ ഇട്ടപ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ചിക്കൻ ഇത്ര നേരത്തെ വറുത്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഇതുപോലുള്ള പണികളൊക്കെ നേരത്തെ ചെയ്തു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടണമനുസരിച്ച് ചെയ്യുവാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് ധൃതി പിടിച്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ കേക്ക് ബേക്ക് ആവാനുള്ള കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ വറുത്ത് വെച്ചത്. അപ്പോൾ ബിരിയാണിക്കുള്ള ചിക്കൻ ഞാൻ വറുത്തത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിലിൽ വറുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ ചിക്കൻ വറുത്ത് വെച്ച ശേഷം പിന്നെ ഇത് കുറച്ച് ഫോണ്ടൻ്റ് ആണ്. അപ്പോൾ വൈകുന്നേരം കേക്ക് കൊടുത്തു വിടുന്ന സമയത്ത് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ അനുസരിച്ചൊന്ന് കട്ട് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ പിന്നെ കേക്കിലേക്ക് എടുത്ത് വെച്ചാൽ കൊടുത്താൽ മതി. നോമ്പ് തുറക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് പിന്നെ ആ ഒരു ധൃതി പിടിക്കലും കുറഞ്ഞു കിട്ടും. ഇത് കുറച്ച് ജീരകക്കഞ്ഞിയാണ്. ഫ്രിഡ്ജിലിരുന്നത് ഞാൻ ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ മക്കൾക്ക് കൊടുക്കാനായിട്ട് പോകുന്നതാണ്. ഇനിയിപ്പോൾ ബിരിയാണി ആയതുകൊണ്ട് കുറച്ച് സവാളയൊക്കെ കൂടുതൽ വേണം. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊണ്ട് കളഞ്ഞ് കട്ട് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനി ബാർബി കേക്ക് ഐസിങ് ചെയ്യണം. ഇത് കുറച്ച് ക്രീം ചീസും മിൽക്ക് മെയ്ഡും ചേർത്ത വിപ്പിംഗ് ക്രീമാണ്. അത് ആദ്യം ബീറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അതിന് ശേഷം പിന്നെ വിപ്പിംഗ് ക്രീം ഒന്നും ചേർക്കാത്ത വിപ്പിംഗ് ക്രീമാണിത്. അപ്പോൾ ഇതും കൂടി ബീറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കണം. എന്നാലാണ് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ക്രീം നല്ല സ്റ്റിഫായിട്ട് ഇരിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ ബാർബി കേക്ക് ഒട്ടും താമസിക്കാതെ തന്നെ ഐസിങ് ചെയ്യാൻ പോവാണ്. കാരണം നോമ്പ് തുറന്നതിന് ശേഷം കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ ഉണ്ടാക്കി കുറച്ച് സമയം ഫ്രിഡ്ജിൽ ഇരുന്നാലാണ് ഒന്ന് കേക്ക് സെറ്റ് ആവുള്ളൂ. അതുപോലെ ഉച്ച കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല മഴയൊക്കെ വരും. അപ്പോൾ കറണ്ടൊക്കെ പോയാൽ പിന്നെ ഫ്രിഡ്ജ് ഓഫ് ആവും. രീതിയിൽ മുഴുവൻ ലെയർ വെച്ച ശേഷം കേക്ക് ഞാനൊന്ന് ലെവൽ ചെയ്തെടുത്തു. അടുത്തതായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രീം ചീസ് ചേർത്ത വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഐസിങ് ചെയ്യാനും ക്രം കോട്ട് ചെയ്യാനും എടുത്തത്. ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച സാധാ വിപ്പിംഗ് ക്രീം, ഒന്നും ചേർക്കാത്ത വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അത് നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുവാണ്. ഇനിയിപ്പോൾ ഈ കേക്ക് ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുവാണ്. അപ്പോൾ ഈ നോസിൽ തന്നെ വെച്ച് ആ പൈപ്പിംഗ് ബാഗും വെച്ച് തന്നെ ഞാൻ ഹാർട്ട് കേക്കിന് ഒരു ഡെക്കറേഷൻ കൊടുക്കുവാണ്. സെയിം ഡെക്കറേഷൻ തന്നെയാണ് കൊടുക്കുന്നത് ബോർഡറായിട്ട്. 2 ഫ്ലവർ കൂടി ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സെയിം ഡെക്കറേഷൻ ഞാൻ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ അത് കണ്ട ഒരു കസ്റ്റമർ സെയിം കേക്ക് ഡെക്കറേഷൻ തന്നെ പറഞ്ഞേക്കുന്നതാണ്. അങ്ങനെ 2 കേക്കിൻ്റെയും ഐസിങ്ങും ചെറിയ ഡെക്കറേഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പണിയുള്ളൂ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുവാണ് 2 കേക്കും. അങ്ങനെ രാവിലത്തെ കുറേ തിരക്കുകളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരത്തെ വിശ്രമമൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ ഇവിടെ ഇരിക്കുകയാണ്. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ തുണി അലക്കിയതൊക്കെ പുറത്ത് വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മഴ പെയ്യുന്നതിന് മുമ്പ് അതൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. ഇപ്പോൾ തന്നെ തുണി മടക്കി വയ്ക്കാൻ സമയമില്ല. അപ്പോൾ തുണി എന്താണെങ്കിലും ഇവിടെ കിടക്കട്ടെ, സമയം കിട്ടുമ്പോൾ മടക്കി വയ്ക്കാം. എന്നെ എടുക്കുവാ. ഷാബു മോനൊരു ഹായ് പറയാവോ? ഉറക്കെ പറ, ഒന്ന് പറഞ്ഞാലി. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഷാഹിന ഖാദർ. ഷാഹിന ഖാദറിൻ്റെ മോനെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ പറ്റിയില്ല, സോറി കേട്ടോ. അപ്പോൾ ഞാൻ മക്കളെ കൊണ്ട് ഹായ് പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ അടുത്ത പണി നോമ്പ് തുറക്കാനായിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കണം, അതുപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കണം, പിന്നെ കേക്ക് ഡെലിവറി ചെയ്യണം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി അടുക്കളയിൽ കാണാം. അങ്ങനെ ഇറച്ചിക്കറിക്കുള്ള സവാള വഴറ്റാനിട്ടേക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ട്. ഇക്ക കടയിൽ പോയതായിരുന്നു. അപ്പോൾ കേക്കിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, പിന്നെ ബിരിയാണി അരി വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക എല്ലാ ഐറ്റംസുമായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ബോക്സ് എത്ര തന്നെ വാങ്ങിച്ചേ?
2 കിലോ ആയിരുന്നു. ആണോ? എവിടുന്ന് എക്സലീന്നാ? ബിരിയാണി അരി കിട്ടിയില്ലേ? അങ്ങനെ ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇറച്ചിക്കുള്ള സവാള വഴറ്റാൻ ഇട്ടിട്ടുണ്ട്, ബിരിയാണിക്കുള്ള സവാള വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. ഇത് സവാള കുറച്ച് പൊരിച്ച് ബിരിയാണിയുടെ മുകളിലിടാനുള്ളതാണ്. അപ്പോൾ അത് വറക്കാനിട്ടേക്കുന്നതാണ്. വറുത്ത എണ്ണയിൽ തന്നെയാണ് സവാളയും വറക്കാനിട്ടേക്കുന്നത്. ഇറച്ചിക്കുള്ള സവാളയുടെ കൂടെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ബിരിയാണിയിൽ ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അതുപോലെ തന്നെ പച്ചമുളകും പേസ്റ്റാക്കി ഇറച്ചിക്കറിക്കുള്ളതിലും ചേർത്തിട്ടുണ്ട്, ബിരിയാണിക്കുള്ളതിലും ചേർത്തിട്ടുണ്ട്. ബിരിയാണിക്ക് 1 സ്പൂണാണ് പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്തിട്ടുള്ളൂ. ഇറച്ചിക്കറിക്ക് ഞാൻ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. സവാള വറുത്തെടുത്ത ചട്ടിയിലേക്ക് കുറച്ച് ഞാൻ കാഷ്യൂ നട്ട്സ് വറുക്കാനിട്ടിട്ടുണ്ട്. പിന്നെ ഇറച്ചിക്കറിയിൽ ഒരു തക്കാളി ചേർക്കുന്നുണ്ട്. പിന്നെ ബിരിയാണിയിലേക്ക് കുറച്ച് കറുകപ്പട്ട, തക്കോലം, ഏലക്ക, ഗ്രാമ്പു, കുറച്ച് കുരുമുളക് ഇതൊക്കെ ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് മല്ലിയിലയാണ്. അതും ഇറച്ചിക്കറിയിലേക്കും ബിരിയാണിയിലേക്കുമായിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി ഞാൻ വറ്റിച്ചാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിന് 1 പാത്രം അരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇരട്ടി വെള്ളമാണ് ഞാൻ വയ്ക്കുന്നത്. പിന്നെ ഒരു 1/4 പാത്രം വെള്ളം കൂടി ഞാൻ കൂടുതൽ ചേർക്കും കേട്ടോ. ചെറിയ അരിയാണ്. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. ഈ തിളപ്പിക്കുന്ന സമയത്ത് ചിക്കൻ്റെ 2 കഷ്ണം ചേർത്ത് കൊടുക്കുക. നല്ല നെയ്യുള്ള 2 കഷ്ണം വേണം ചേർക്കാനായിട്ട്. ഇങ്ങനെ ചേർക്കുവാണെങ്കിൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നീരും ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെയ്യുന്നതിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാം, നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ്. ബിരിയാണിക്കുള്ള വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് ചിക്കൻ ഞാൻ റെഡിയാക്കി. അപ്പോൾ ചിക്കനിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി മസാല റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മസാലയിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല ഇതൊക്കെ ചേർത്ത് ചിക്കനും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ബിരിയാണിക്കുള്ള വെള്ളത്തിലേക്ക് 1 കഷ്ണം ബട്ടർ അല്ലെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ മൂടി വയ്ക്കാം. ചിക്കൻ കറി ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ബിരിയാണിയും ചിക്കൻ കറി റെഡി ആവുന്ന സമയം കൊണ്ട് കേക്കിൻ്റെ കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അങ്ങനെ നെയ്ച്ചോറിൻ്റെയും ചിക്കൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞു. കേക്കിൻ്റെ ചെറിയ ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫോണ്ടൻറ്റ് വയ്ക്കാനുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ ബാങ്ക് വിളിക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചപ്പു ചമ്മി അല്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് മയോണൈസ് ഉണ്ടാക്കുന്ന കാര്യം ഓർത്തത്. പിന്നെ ഇക്കാക്ക് വലിയ താല്പര്യമില്ല, എനിക്കും മക്കൾക്കുമാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ വേഗം വന്ന് അതുണ്ടാക്കി. ഇന്ന് കേക്കിൻ്റെ പണിയൊക്കെ ഉള്ള കാരണം വേറെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ബാങ്ക് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കുവാണ്. അപ്പോൾ സമൂസ, അതുപോലെ മാങ്ങാപ്പഴം അതൊക്കെയായിരുന്നു. സമൂസ വാങ്ങിച്ചതാണ്, കട്ട്ലറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ നോമ്പ് തുറന്ന ശേഷം കേക്ക് കൊണ്ടുപോയി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്യുന്നതാണ്. ഫോണ്ടൻറ്റ് വെച്ചൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു.
അങ്ങനെ ബിരിയാണിയൊക്കെ ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനായിട്ടാണ് ഈ രീതിയിൽ വച്ചേക്കുന്നത്. അപ്പോൾ ബിരിയാണിയുടെ മുകളിൽ കുറച്ച് സവാള, കാഷ്യൂ നട്ട്സ്, മല്ലിയില ഇതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബട്ടർ ഉരുക്കിയ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് മുകളിൽ ഒഴിച്ചേക്കുന്നതാണിത്. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. ഇക്കതേ കേക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പോയേക്കുവാണ്. അപ്പോൾ ഇക്ക വന്നു കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. വലിയ താമസമൊന്നുമില്ല, ഇപ്പോൾ തന്നെ വരും. കാരണം തൊട്ടടുത്താണ് പോയേക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്ക് കുറച്ച് ഞാൻ കയറി വരണം. അപ്പോൾ ആള് താഴെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പോയേക്കുന്നതാണ്. മക്കൾ ഇവിടെ എൻ്റെ ഫോണ്ടൻ്റ് ഒക്കെ എടുത്ത് വെച്ച് നല്ല കളിയാണ്. അപ്പോൾ ഞാൻ കളർ ചേർത്ത ഫോണ്ടൻ്റ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട സമയം തൊട്ട് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വീട് മുഷിയിലോന്ന് ഓർത്ത് കൊടുക്കാതിരുന്നതാണ്. ഒരു പേപ്പറൊക്കെ വിരിച്ചിട്ട് നല്ല ഡീസൻറ്റ് മക്കളായിട്ട് ഇവിടെ ഇരുന്ന് കളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ. ആരോട് ചോദിച്ചിട്ടാ എൻ്റെ ഫോൺ തന്നെ എടുത്തേ?